മൗനരാഗത്തിൽ സരയു ആണെങ്കിൽ നമ്മുടെ കല്യാണിയെ കൊല്ലാനായിട്ട് വരുന്നൊരു കാഴ്ച കാണാനായിട്ട് കഴിയും. എന്തോ ഭാഗ്യം കൊണ്ട് കല്യാണി രക്ഷപ്പെടുന്നുണ്ട്. ഇവിടെ കിരണാണെങ്കിൽ സരയു ആണ് എല്ലാത്തിൻ്റെയും പിന്നിലെന്നുള്ള ആ വലിയ രഹസ്യം തിരിച്ചറിയുന്നത് കാണാൻ സാധിക്കും. അപ്പോഴാണെങ്കിൽ നമ്മുടെ കിരണിൻ്റെ സുഹൃത്ത് പറയുന്നുണ്ട്, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, തള്ളയും മകളും കൂടിയാണ് ഒരുപാട് പരിപാടികളും ഒരുപാട് തെറ്റുകളും ഒക്കെ ചെയ്തത്, നിങ്ങളത് മനസ്സിലാക്കിയില്ലല്ലോ എന്നുള്ള പരിഭവവും പരാതിയൊക്കെ പറഞ്ഞ് നമ്മുടെ കിരണിൻ്റെ അടുത്ത് പറയുമ്പോൾ കിരൺ വേഗം തന്നെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. സരയു കല്യാണി ഉപദ്രവിക്കാൻ വീട്ടിലേക്ക് എത്തുമെന്നുള്ള ഒരു ബോധ്യം കിരണുള്ളത് കൊണ്ട് തന്നെയാണ് എത്തുന്നത്. അവിടെ എത്തുമ്പോൾ നമ്മുടെ കാർത്തികയുടെ അമ്മയും ചേച്ചിയൊക്കെ അവിടെ ഉണ്ട് എന്ന് കാണാം. അപ്പോഴാണ് അവർ സരയു വന്ന കാര്യവും നമ്മുടെ കല്യാണിയെ ഭീഷണിപ്പെടുത്തിയ കാര്യവും ഒക്കെ പറയുന്നത് എന്ന് കാണാനായിട്ട് കഴിയും. ഇതേ സമയം നമ്മുടെ കല്യാണിയുടെ അടുത്ത് പോയി കിരൺ സംസാരിക്കുമ്പോൾ ഭ്രാന്ത് പിടിച്ച മാതിരിയാണ് എന്നെ സരയു ആക്രമിക്കാനായിട്ട് വന്നത്, കത്തി കൊണ്ട് കുത്താനൊക്കെ ആയിട്ട് ശ്രമിച്ചു, എന്തോ ഭാഗ്യവശാൽ ഞാൻ കുത്തുന്നതിൽ നിന്നും രക്ഷപ്പെട്ടു, എന്തൊക്കെയോ കാര്യങ്ങൾ അവൾ എന്നെ ചെയ്യാനായിട്ട് ശ്രമിച്ചു, പിടിവലിയിലൊക്കെ ഞാൻ താഴെ വീണു കിരണേട്ട എന്ന് പറഞ്ഞ് ഒരു വൃത്തികെട്ട അഭിനയം. അത് തന്നെ, അതിൽ കൂടുതലൊന്നും കാണാൻ സാധിക്കില്ല കേട്ടോ. അങ്ങനെ കല്യാണി ഇങ്ങനെ പൊട്ടിക്കരയുമ്പോൾ കിരൺ ആശ്വസിപ്പിക്കുന്നു. കൂടാതെ കല്യാണി പറയുന്നുണ്ട്, ഞാൻ കിരണയെയും അതായത് ഞാൻ സരയുവിനെ ഭ്രാന്താശുപത്രിയിലേക്ക് മാറ്റി എന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയും. ഇതേ സമയം അതെന്തായാലും നന്നായി എന്ന് പറയുന്നതും കാണാനായിട്ട് കഴിയുന്നുണ്ട്, കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, അപ്പോൾ